യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേൾക്കപ്പെടുന്ന ഓരോ ദൂതുകളും ആധ്യാത്മിക ജീവിതത്തിന് കരുത്തേകുന്ന ദൂതുകളാകാനും നൽകപ്പെടുന്ന എല്ലാ വെളിപാടുകളും നിത്യരാജ്യത്തിലേക്ക് നയിക്കുന്ന വെളിപാടുകളാകാനും വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിന്, പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധാത്മാവിൽ വചനം കേട്ടുകൊണ്ടിരുന്ന അനേകരുടെ മേൽ ഓരോ ശുശ്രൂഷകളും അത്ഭുതമായി, സൗഖ്യമായി കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഒന്ന് രണ്ട് വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ തൃശൂർ ജില്ലയിലെ പീച്ചി സ്വദേശിയാണ്. എന്റെ പേര് റോസമ്മ. എന്റെ കുടുംബത്തിന് ലഭിച്ച ഒരു പ്രത്യേക അനുഗ്രഹത്തിന് സാക്ഷ്യം നൽകാനാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. ഞങ്ങൾ സ്ഥിരമായ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. എന്റെ മകന്റെ ചെവിയിൽ ഒരു ഞരമ്പ് വളർന്ന് വന്നതിനെ തുടർന്ന് 6 മാസം കൂടുമ്പോൾ ഓരോ ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. 2 വർഷത്തിനുള്ളിൽ 4 തവണ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ടും മകന്റെ കാത് സൗഖ്യപ്പെട്ടില്ല. അങ്ങനെ വിഷമിച്ച് ഉത്കണ്ഠാകുലരായിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങളുടെ മോന്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, കഴിഞ്ഞ 1 വർഷമായി ഞങ്ങളുടെ മകന്റെ ചെവിയിൽ അസുഖമോ രോഗപീഠകളോ അലട്ടിയിട്ടില്ല. എന്റെ മകന്റെ ചെവി ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് പിതാവായ ദൈവം സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഞങ്ങൾ ഈശോയുടെ നാമത്തിനും പിതാവായ ദൈവത്തിനും മഹത്വവും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എടക്കര എന്ന പ്രദേശത്ത് നിന്നാണ് ഈ വ്യക്തി അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ മകന്റെ രോഗസൗഖ്യത്തിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. എന്റെ മകൻ ഇപ്പോൾ 23 വയസ്സ് പ്രായമുണ്ട്. അവനൊരു കടയിൽ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. അവന് 2 കാലിന്റെയും അടിയിലും പുറത്തും എന്നും ചൊറിഞ്ഞു പൊട്ടുകയും അളിയുകയും ചെയ്യുന്ന ഒരു രോഗത്തിന്റെ ബന്ധനത്തിലായിരുന്നു. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തിന് മുകളിലായിരുന്നു. ഞങ്ങൾ പല ചികിത്സകൾ ചെയ്തു, സൗഖ്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഗിയോൺ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചത്. ഞങ്ങൾ വചനപ്രഘോഷണ നിമിഷങ്ങളിലും ആരാധനയുടെ നിമിഷങ്ങളിലും സെഗിയോൺ ടീമിനോട് ചേർന്ന് യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എന്റെ മകന്റെ കാലിലുള്ള അളിഞ്ഞു പൊട്ടുന്ന രോഗം ഏതാണ്ട് 90% സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും യേശുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ മാറാത്ത രോഗങ്ങളും വിട്ടുമാറാത്ത തിന്മകളും ദൈവമക്കളെയും കുടുംബങ്ങളെയും വിട്ടുമാറുന്ന അത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഓരോ മകനും മകളും, ഓരോ സമൂഹങ്ങളും, ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാക്കി മാറ്റണമേ. ഇപ്പോൾ വചനം കേൾക്കാൻ തടസ്സമുള്ളവരുടെ തടസ്സങ്ങൾ കർത്താവെ അവിടുന്ന് എടുത്തു മാറ്റണമേ. രോഗികൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ. തളർന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ക്ഷീണിതരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ മേലുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും, എല്ലാ സമൂഹങ്ങളും, എല്ലാ വ്യക്തികളും, എല്ലാ ഹൃദയങ്ങളും ഇപ്പോൾ വചനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വ്യക്തികളെ ആശീർവദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തിന്മകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൈശാചിക പീഡകളെ ശാസിക്കുന്നു. എല്ലാ ആധിപത്യ ശക്തികളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. 2000 വർഷത്തെ
സഭയുടെ ജീവിതത്തിനിടയിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് തിരുസഭ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കൈകളിൽ എടുക്കുന്ന ജപമാലയ്ക്കും ഈ ജപമാല പ്രാർത്ഥന വഴി നാം സമർപ്പിക്കുന്ന ഓരോ തരത്തിലുള്ള നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ട്. ഹല്ലേലൂയ. കഠിനമായ പ്രതികൂലത്തിൽ അകപ്പെടുന്ന കുടുംബങ്ങളും കഠിനമായ പ്രതികൂലത്തിൽ അകപ്പെടുന്ന സാഹചര്യങ്ങളിൽ തിരുസഭയുടെ ഓരോ തരത്തിലുള്ള പ്രവർത്തന മേഖലകളിലും ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു കുടുംബം ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവരുടെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ കുടുംബം പറയുന്ന ഇപ്രകാരമാണ്. അവരോട് ശത്രുതയിലുണ്ടായിരുന്ന ഒരു കുടുംബം ഒരു നാൾ ഈ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി മന്ത്രവാദവും കൂടോത്രവും ചെയ്ത് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മന്ത്രവാദിയുടെ പക്കലേക്ക് പോയി. ആ കുടുംബത്തിന്റെ ശത്രുത അവസാനിച്ച് ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായപ്പോൾ മന്ത്രവാദം ചെയ്യാൻ പോയ ആ കുടുംബം ഈ കുടുംബത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയ ആ കുടുംബാംഗങ്ങൾ ഈ കുടുംബത്തിനെതിരെയുള്ള മന്ത്രവാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ മന്ത്രവാദി ആ കുടുംബത്തോട് പറഞ്ഞ പ്രകാരമാണ്, നമ്മൾ ഇപ്പോൾ ഏത് കുടുംബത്തിനെതിരായി മന്ത്രവാദം ചെയ്യുന്നുവോ ആ കുടുംബത്തിന്റെ അതിർത്തി വരെ ദുരാത്മാക്കൾ പോയി ആ നമ്മൾ അയക്കുന്ന എല്ലാ പൈശാചിക പീഡകൾ ദുരാത്മാക്കളും തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുകയാണ്. അതിന്റെ കാരണമായി ആ ഈ മന്ത്രവാദം ചെയ്യാൻ ചെന്ന കുടുംബത്തോട് പറഞ്ഞ് ഇങ്ങനെയാണ്, നമ്മൾ ആർക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നുവോ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കഴുത്തിൽ വെഞ്ചരിച്ച ജപമാല അവർ ധരിച്ചിട്ടുണ്ട്. ആ ജപമാല ഊരിക്കളഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ ആ ജപമാല എങ്ങനെയെങ്കിലും മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മന്ത്രവാദം ആ കുടുംബത്തിന്റെ മേൽ പ്രബലപ്പെടും. ഇല്ലെങ്കിൽ നമ്മുടെ മന്ത്രവാദം അങ്ങോട്ട് ഏശുന്നില്ല എന്ന് ഈ കുടുംബത്തോട് മന്ത്രവാദി പറഞ്ഞു വിട്ട്. ഹല്ലേലൂയ. ശത്രുത അവസാനിച്ച് ഈ രണ്ട് കുടുംബങ്ങൾ സ്നേഹത്തിലായപ്പോൾ മന്ത്രവാദത്തിന് പോയ കുടുംബം ഈ മറ്റു കുടുംബത്തോട് അവരുടെ അനുഭവം പറഞ്ഞിട്ട് ഞങ്ങൾക്കും ഒരു ജപമാല വാങ്ങിത്തരണമെന്ന് ആ കുടുംബം ഈ കുടുംബത്തോട് ആവശ്യപ്പെട്ട്. ഹല്ലേലൂയ. ഈ ജപമാല എന്ന ഈ ഒരു പ്രാർത്ഥന ആയുധത്തിന് ഇത്രമാത്രം ശക്തിയുണ്ട് എന്നത് അപ്പോഴാണ് ആ കുടുംബത്തിന് മനസ്സിലായത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വിശ്വാസികളുടെ ഹൃദയത്തിൽ ജപമാല ചെല്ലുന്ന ആ രീതിയെ കുറിച്ചുള്ള പല സംശയങ്ങളും പല ദുരുപദേശങ്ങളാൽ വന്നുപെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ വ്യക്തമായി ദൈവത്തിന്റെ മക്കൾക്ക് നൽകുന്ന വ്യക്തമായ ഒരു പ്രബോധനമാണ് ജപമാല പ്രാർത്ഥന. തിരുസഭ അംഗീകരിച്ചിട്ടുള്ളതും ഓരോ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ ഉതകുന്നതുമായ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുസഭയ്ക്ക് അതിശക്തമായ കൂദാശകളുണ്ട്, യേശു നാമത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ തിരുസഭ മക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ജപമാല പ്രാർത്ഥന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിരുസഭയിൽ 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ചരിത്രത്തിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. 9-ാം പിയൂസ് മാർപ്പാപ്പയെ കുറിച്ച് പ്രബോധനം നടത്തിയിരുന്ന ഒരു വ്യക്തി അതിനെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ കേട്ടത്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഒരു വൈദിക വിദ്യാർത്ഥിയായി സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ മേൽ ഒരു കഠിനമായ രോഗപീഡ അലട്ടി. കഠിനമായൊരു ചുഴലി ദീനം അദ്ദേഹത്തെ ഗ്രസിച്ചു. റക്ടർജൻ പല വിധത്തിലുള്ള ചികിത്സകൾക്കുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചെങ്കിലും ആ രോഗത്തിന്റെ ബന്ധനം വിട്ടുപോയില്ല. അപ്പോൾ വളരെ സങ്കടത്തോടെ റക്ടർജൻ ഈ സെമിനാരി വിദ്യാർത്ഥിയെ വിളിച്ച് പറഞ്ഞു, മകനെ, നീ ഭവനത്തിലേക്ക് പോകണം. നീ ഈ രോഗത്തോടുകൂടെ വൈദിക വിദ്യാർത്ഥിയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള രോഗത്തോടുകൂടി ഒരാളെ വൈദികനായി അഭിഷേകം ചെയ്യാൻ നിവൃത്തിയില്ല. നീ ഭവനത്തിലേക്ക് പോകണം. ഈ സെമിനാരിയിലെ മാതൃക വിദ്യാർത്ഥിയും മിടുമിടുക്കനായ വിദ്യാർത്ഥിയും റക്ടർജന് വളരെ ഇഷ്ടമുള്ള വിദ്യാർത്ഥി ആയിരുന്നെങ്കിലും ഈ രോഗനിമിത്തം ആർക്കും ഈ വിദ്യാർത്ഥിയെ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. അങ്ങനെ സങ്കടത്തോടും കണ്ണുനീരോടും കൂടെ റക്ടർജൻ ഈ വൈദിക വിദ്യാർത്ഥിയെ ഭവനത്തിലേക്ക് യാത്രയാക്കി. പോകുന്ന സമയത്ത്
ഈ റക്ടറച്ചൻ ഈ കുട്ടിയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മകനെ, ലോകത്തിലെ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ നിന്നെ സഹായിക്കാൻ കഴിയില്ലായിരിക്കാം, എങ്കിലും നീ തളരരുത്. ഇതാ നിനക്ക് ഉറപ്പായും സങ്കേതമുള്ള, നിനക്ക് ഉറപ്പായും വിശ്വസിക്കാവുന്നൊരു സങ്കേതമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജപമാല ആ കുട്ടിയുടെ കൈകളിൽ കൊടുത്തു. ഭവനത്തിലെത്തിയ വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് എന്റെ ഈ രോഗം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപമാല ചൊല്ലി ഈ വൈദിക വിദ്യാർത്ഥി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വൈദിക വിദ്യാർത്ഥിയുടെ മാതാപിതാക്കള് ഇദ്ദേഹത്തെ പലതരത്തിൽ ചികിത്സകൾക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായ ഒരു സർട്ടിഫിക്കറ്റ് ഈ കുട്ടിക്ക് കൊടുത്തു. ഈ കുട്ടിയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗത്തിന്റെ ലക്ഷണമേ കാണാത്ത വിധം പൂർണ്ണമായും ആ രോഗം ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയി എന്ന് വെളിപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഈ കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ വീണ്ടും ആ വൈദിക വിദ്യാർത്ഥി സെമിനാരിയിൽ സ്വീകരിക്കപ്പെട്ടു. ആ വൈദിക വിദ്യാർത്ഥി പഠിച്ചു. ആ വൈദിക വിദ്യാർത്ഥിയാണ് പിൽക്കാലത്ത് സഭയെ ദീർഘകാലം നയിച്ച, പ്രശ്നകാലങ്ങളിൽ സഭയുടെ അമരത്തിരുന്ന് സഭയെ അത്ഭുതകരമായി വിശ്വാസി അടിയുറപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയ 9ാം പിയൂസ് മാർപ്പാപ്പ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാല പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്റെ ചെറുപ്പകാലത്ത് ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളോടുകൂടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച്, കൂടപ്പിറപ്പുകൾ ഒന്നിച്ച് എല്ലാ ദിവസവും രാത്രി കുടുംബത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ചെറുപ്പകാലത്ത് ഇതിന്റെ തിയോളജിയോ, ഇതിന്റെ വചനത്തിൽ ഇതിനുള്ള അടിസ്ഥാനങ്ങളോ, ഇതിന്റെ ശക്തിയോ, ഇതിന്റെ മഹാത്മ്യം ഒന്നും ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ അപ്പൻ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു എന്ന ആ ഒരു ബോധ്യം, ആ ഒരു അനുഭവത്തിൽ കുടുംബത്തോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് വൈദിക വിദ്യാർത്ഥിയായി പാലക്കാട് കല്ലേപ്പള്ളി മൈനർ സെമിനാരിയിൽ ചേർന്നു. പാലക്കാട് രൂപതയിൽ ഒരു വൈദികനാകാൻ പാലക്കാട് രൂപതയുടെ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. വൈദിക പഠനത്തിന്റെ ആദ്യ നാളുകളിൽ അച്ഛന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. വീട്ടിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ മാറി സെമിനാരിയിലായപ്പോൾ വീട്ടിലേക്ക് പോകണം എന്നൊരു ചിന്ത കുറച്ചു നാളുകൾ അച്ഛന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് റക്ടറച്ചനോടോ കൂട്ടുകാരോടൊന്നും പറയാൻ അച്ഛന് തോന്നിയില്ല. അങ്ങനെ മനസ്സിൽ ഇതിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഭാരത്തോടുകൂടെ ഒരു നാൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരമായ സ്വപ്നം അച്ഛന് ലഭിച്ചു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: വിശാലമായ പാലക്കാടൻ പാടശേഖരങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കൊയ്ത്ത് കഴിഞ്ഞ് വിജനമായി കിടക്കുന്ന ഈ പാടശേഖരത്തിന്റെ ഏറ്റവും അറ്റത്ത് അച്ഛൻ ശ്രദ്ധിച്ചപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ആടുകളുടെ വലിയ ഒരു പറ്റത്തെ കാണുമാറായി. വീണ്ടും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിപുലമായ ഈ ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊണ്ട് വരുന്നത് ഒരു ഇടയ സ്ത്രീയാണെന്ന് മനസ്സിലായി. അച്ഛൻ വീട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ പാടശേഖരത്തിലൂടെ ഈ ആട്ടിൻ പറ്റത്തെ നയിച്ച് ഒരു ഇടയ സ്ത്രീ മുന്നോട്ട് വന്ന് എന്റെ മുമ്പിലെത്തിയതും ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വരെ ഒരു ചിത്രത്തിലും ഒരു പുസ്തകത്തിലും ഒരു സ്ത്രീ ആടുകളെ നയിക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടയന്മാർ ആടുകളെ പരിപാലിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഒരു സ്ത്രീ ആടുകളെ നയിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു സ്വപ്നത്തെ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു കാര്യം മനസ്സിലായി. പരിശുദ്ധ മാതാവ് എന്റെ ദൈവവിളി സംബന്ധമായ ഈ ബുദ്ധിമുട്ടിൽ എന്റെ ദൈവത്തിന്റെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ദൈവവിളി സംബന്ധമായ ഒരു കാര്യത്തില് എനിക്ക് സംശയമോ സങ്കടമോ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവവിളി സംബന്ധമായ എല്ലാ സംശയങ്ങളും അത് വിട്ടുമാറിപ്പോയ ഒരു രംഗമായിരുന്നു അത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ, എനിക്ക് എന്താണ് സമയത്ത് ചെയ്യേണ്ട ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, ഞാൻ എങ്ങോട്ട് ഏത് വഴിക്ക് തിരിയണമെന്ന് അറിയാതെ നാൽക്കവലിൽ ശങ്കിച്ചു നിന്നപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല എന്ന് അറിയുന്ന എന്റെ അമ്മ പരിശുദ്ധ മാതാവ് എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് എന്റെ ഈ പ്രശ്നത്തിൽ ദൈവിക ശക്തി ഇടപെടാൻ കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായ ശക്തിയുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന.
ഹല്ലേലൂയ. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, രാവിലെയും വൈകുന്നേരവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ദിവസവും ഓരോ ജപമാല പ്രാർത്ഥന സമയത്തും ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും പരസ്യജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ധ്യാനിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജപമാല ചെല്ലുന്ന വ്യക്തി ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് അനുദിനം ധ്യാനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഹല്ലേലൂയ. കാരണം ജപമാല പ്രാർത്ഥനയിലെ ഓരോ രഹസ്യങ്ങളിലും യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളാണ് ഒരു വിശ്വാസി ഹൃദയത്തിൽ താലോലിക്കുകയും ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥനയിലെ ഓരോ പ്രാർത്ഥനയുടെ സമയത്തും അധരങ്ങൾ കൊണ്ട് ഉരുവിടുന്നത് എഴുതപ്പെട്ട വചനങ്ങളാണ് എന്നുള്ളത് മറ്റൊരു അത്ഭുത സത്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിരന്തരം വചനങ്ങൾ ഉരുവിടുകയും നിരന്തരം ഹൃദയത്തിൽ യേശുവിന്റെ രക്ഷാകര രഹസ്യം ധ്യാനിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ കൃപയുള്ളൊരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനേകം വിശുദ്ധർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ അവർ അടിക്കടി ദൈവത്തോട് അടുത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജപമാല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ആരാധിക്കാനും കഴിവുള്ളവനായി തീരുന്നു എന്നതാണ് 2000 വർഷത്തെ സഭയുടെ അനുഭവത്തിൽ നിന്ന് സഭ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തി മാതാവിനെ അല്ല ആരാധിക്കുന്നത്, മാതാവിനെ ദൈവമായി കണക്കാക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരുടെ കൂട്ടായ്മയോടും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സുന്ദര നിമിഷങ്ങളാണ് ജപമാല പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ജപമാല പ്രാർത്ഥന പരിശുദ്ധ മാതാവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനയല്ല. ജപമാല പ്രാർത്ഥന പരിശുദ്ധ മാതാവിന്റെ ശക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുമല്ല. പിന്നെയോ മാതാവിനോടും വിശുദ്ധന്മാരുള്ള കൂട്ടായ്മയിൽ യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുകയും പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കൂട്ടായ്മ അനുഭവത്തിന്റെ സമയമാണ് ജപമാല പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലുള്ള ദൈവമക്കൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന സംഗതി, ആ കുടുംബങ്ങളിൽ നിന്ന് വഴിതെറ്റി പോകുന്ന അംഗങ്ങൾ വളരെ വിരളമാണ്. പ്രൈസ് ദി ലോർഡ്. ജപമാല പ്രാർത്ഥന ഉപേക്ഷിച്ച കുടുംബങ്ങളിൽ നിന്ന് വഴിതെറ്റി പോകുന്ന ഒരുപാട് അംഗങ്ങളെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ജപമാല മുടക്കാതെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ദുർവൃത്തിയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണം തുലവും വിരളം മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, തിരുസഭ ദൈവജനത്തിന് വേണ്ടി നൽകുന്ന ഓരോ പ്രബോധനങ്ങളെയും ആ പ്രബോധനങ്ങളുടെ വെളിപ്പെടുത്തുന്ന ആത്മീയ വഴികളെയും പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ മനസ്സിലാക്കി ആത്മീയതയിൽ ശക്തി പ്രാപിക്കുവാൻ എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും ഹൃദയങ്ങളിൽ അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ ആ ഹൃദയങ്ങളിൽ നിന്ന് തിന്മകളെല്ലാം നിർവീര്യമാക്കി വചനപ്രകാശത്തിലും സത്യാത്മ വെളിച്ചത്തിലും തിരുസഭയുടെ ഉപദേശത്തിലും ഊന്നി നിന്നുകൊണ്ട് സ്വർഗോന്മുഖമായി മുന്നോട്ട് മുന്നേറാൻ തക്കവണ്ണം ഓരോ മകനെയും മകളെയും ഓ ദൈവമേ ഈ നിമിഷങ്ങൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ആത്മീയമായി മുരടിച്ചവർ, ആത്മീയമായി തളർന്നിരിക്കുന്നവർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ
വിശ്വാസത്തിന്റെ അതിനാഥനായ യേശു കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയമാണിത്. ഈ നിമിഷങ്ങളിൽ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് വിളിക്കാം. എന്റെ രക്ഷകനായ യേശുവേ, അവിടുന്ന് ഇപ്പോൾ അത്ഭുതകരമായ എന്റെ രോഗപീഠകളിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ വിശ്വാസത്തിന്റെ മേഖലകളിൽ എന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർപീഠകളെയും തകർത്ത് യേശുവേ, അവിടുന്ന് ഇപ്പോൾ എന്റെ വിശ്വാസ മേഖലകൾ അഭിഷേകം ചെയ്യണമേ. പൈശാചിക പീഡകളുടെ മേൽ അവിടുത്തെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, പഠിക്കാൻ കഴിയാത്ത കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഓ ദൈവമേ, പഠിക്കാൻ കഴിയാത്ത എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥികളെ അവിടുന്ന് ഇപ്പോൾ കൈകൾ നീട്ടി ആശീർവദിക്കണമേ. ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രോഗബന്ധനത്തിൽ കിടന്ന് തകരുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഓ കർത്താവെ, ആശുപത്രികളിൽ ഇരിക്കുന്നവരെ, കഠിനമായ പാപത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് ആത്മീയമായ ഒത്തിരി തകർച്ച അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത തഴക്കദോഷങ്ങൾ, വിട്ടുമാറാത്ത ദുശീലങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവെ. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുക. അവിടുന്ന് വിടുതൽ നൽകുന്ന കർത്താവാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടബാധിതരുടെ മേഖലകളിൽ അവിടുന്ന് ഇപ്പോൾ വിടുതൽ നൽകണമേ കർത്താവെ. ഓ കർത്താവെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും എഴുന്നള്ളി വരണമേ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. സ്ഥല സംബന്ധമായ എല്ലാ തരത്തിലുള്ള ദുർപീഠകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സ ശക്തികൾ കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങളും കുടുംബങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണക്കേടും ദുരാത്മാവ് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓ കർത്താവെ, വാർദ്ധക്യത്തിന്റെ പിടകൾ സഹിക്കുന്നവരെ അവിടുന്ന് ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ, സ്പർശിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലെരിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് വീട്. അവിടെ അടുത്ത് ഒരു UP സ്കൂളിൽ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കഴിഞ്ഞ 23 വർഷങ്ങളായി ഗ്യാസ് ട്രബിൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ടില്ലാത്തവർക്ക് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഇതിന്റെ ഗൗരവാവസ്ഥ അറിയത്തുള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥതയാണ്. ഇത് ഗ്യാസ് വന്നാൽ എനിക്കുണ്ടാകുന്ന അസ്വസ്ഥതകള് ചിലപ്പോൾ നെഞ്ചിന് വല്ലാത്ത വേദന, ഈ അറ്റാക്ക് പോലെയൊക്കെ തോന്നും. അല്ലെങ്കിൽ തലവേദന, കടുത്ത തലവെട്ടല്. എന്ത് മരുന്ന് കഴിച്ചാലും ഈ തലവെട്ടല് മാറുക. മണിക്കൂറുകൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഒരു ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് അത് മാറിയാൽ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും വരും. അങ്ങനെ വലിയ തോതിൽ അസ്വസ്ഥനായിരുന്നു ഞാൻ. മരുന്നുകളൊക്കെ പലതും കഴിക്കും, അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി ഞാനും എന്റെ ഭാര്യയും കൂടി ഇവിടെ ധ്യാനത്തിന് വന്നു. മിഡ്സമ്മർ വെക്കേഷൻ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റി. ധ്യാനം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ എനിക്ക് ഗ്യാസ് ഉണ്ടായി. ഞാനിവിടുന്ന് ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ച് വലിയ തലവേദന ഉണ്ടായി. ഞാൻ ഡോമിട്രിയിൽ പോയി അനുവാദത്തോടു കൂടി കുറച്ചു നേരം കിടന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ധ്യാനത്തിന് കൂടാൻ വരാൻ പറ്റി. കൗൺസിലിങ്ങിന് ഞങ്ങളെ രണ്ടുപേരെയും കൂടി വിളിച്ചപ്പോൾ ആന്റണി ചേട്ടൻ ചോദിച്ചു, നിങ്ങളിൽ തലവേദന സ്ഥിരമായി അലട്ടാറുള്ളത് ആരെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അവസാനം എനിക്ക് ഒരു എണ്ണയാണ് ഉള്ളിൽ കഴിക്കാൻ തന്നത്. ഞാനങ്ങ് പോയി. കൗൺസിലിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി.
പിന്നെ ഇവിടെ ബുധൻ വ്യാഴാഴ്ചയൊക്കെ അച്ഛൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് 10-15 വർഷമായിട്ട് കടുത്ത നടുവേദന അലട്ടുന്ന ആളാണ്. 2 ഡിസ്ക് അകന്നിട്ട് ഞരമ്പ് അതിനിടയ്ക്ക് കയറി വലിയ വേദന, എപ്പോഴും വേദനയാണ്, വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്നേക്കാൾ വലിയ പ്രശ്നം ഭാര്യയുടേതാ. എന്റെ ഗ്യാസ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് ഉള്ളുരുകി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു പ്രശ്നവും ഇല്ല, എന്റെ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, എന്റെ ഭാര്യയുടെ വേദന മാറ്റിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എന്റെ ഗ്യാസിനെ കുറിച്ച് ഓർത്തയില്ല. അത് കഴിഞ്ഞ് സാക്ഷ്യം പറയുന്ന സമയത്ത് അച്ഛൻ ഇവിടെ പറഞ്ഞു, ഗ്യാസ് ട്രബിൾ മാറിയോടെ ഉണ്ട്, അവര് സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് എന്റെ ഗ്യാസ് ട്രബിൾ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞിറങ്ങിയപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വലിയ തോതിൽ ഇത് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അതിൽ പിന്നെ ഇതുവരെ ഒരിക്കലും എനിക്ക് ഗ്യാസ് ഉണ്ടായിട്ടില്ല, അതിൻ്റെതായ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല. ഞാൻ വലിയ സന്തോഷവാനാണ്. അതിനുശേഷം വലുതായി എപ്പോഴും സദാസമയവും അലട്ടിക്കൊണ്ടിരുന്ന എന്റെ പ്രശ്നം തീർന്നു. ഞാൻ അഭിഷേകാഗ്നി മാറാനാത്ത പ്രോഗ്രാമുകൾ ഞങ്ങള് എല്ലാവരും കൂടി ഇരുന്ന് കാണാറുണ്ട് സ്ഥിരം. ധ്യാനം കൂടി കഴിഞ്ഞതിൽ പിന്നെ ഇന്നാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാളായിട്ടുള്ളതാ? 23 വർഷം. 23 വർഷമായി ഈ സഹോദരൻ സഹിച്ചുകൊണ്ട് നടന്ന ആ ഗ്യാസ് ട്രബിള് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ വെഞ്ചിരിച്ച എണ്ണ കുറച്ച് ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുത്തു. അതോടുകൂടി അത് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്.